പ്രിയമുള്ള സുഹൃത്തെ, ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു വാർത്ത, അതായത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അയാളെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അതായത് ഭരണകർത്താക്കളുടെ നടപടിയെ പൗരന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. ലക്ഷദ്വീപിൽ എന്തു നടന്നു എന്ന് തീരുമാനിക്കാൻ ഒരല്പം ആലോചിക്കേണ്ടി വന്നു. ഞാൻ BBC സെർച്ച് ചെയ്ത് നോക്കി, റിപ്പോർട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വിശ്വാസയോഗ്യമോ എന്ന് ചിന്തിക്കേണ്ടതുള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് ശരിയെന്ന് തീരുമാനിക്കുന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണത്? നമ്മുടെ അതിശയക്കുട്ടി അബ്ദുല്ലക്കുട്ടി കാലുമാറി അയാൾ വന്ന് BJPയുടെ നടപടിയെ ന്യായീകരിച്ചു വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, അവിടെ നടക്കുന്നതൊക്കെ ശരി എന്ന്. അതിൻ്റെ ചില വശങ്ങളിലേക്ക് എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പൂർണ്ണമായി ഓരോ കാര്യവും എടുത്ത് പരിശോധിക്കുന്നില്ല, ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ അവിടെ കോവിഡിൻ്റെ താണ്ഡവമാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഭരണ ചുമതല ഏൽക്കുന്നതുവരെ കോവിഡ് അവിടെ വ്യാപിച്ചിരുന്നില്ല എങ്കിൽ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് മരണവ്യാപാരികളായ BJPയുടെ ഈ റെപ്രസെൻറ്റേറ്റീവ്, ഞാൻ മരണവ്യാപാരി എന്ന് പറയുമ്പോൾ അടിസ്ഥാനം വേണ്ടേ? നമ്മുടെ പ്രധാനമന്ത്രി 56 ഇഞ്ച് ബംഗാളിലെ ജനക്കൂട്ടം കണ്ടുകൊണ്ട് ആഹ്ലാദചിത്തനായി പറഞ്ഞു, ഇതുപോലൊരു കൂട്ടം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കോവിഡിൻ്റെ 2ാം വരവ് പത്തി വിടർത്തി ആടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ 56 ഇത്തരത്തിൽ വർത്തമാനം പറയുന്നതെങ്കിൽ അന്ന് ആ മീറ്റിങ്ങിന് വന്ന് പിരിഞ്ഞു പോയതിൽ എത്ര പേർ കോവിഡ് ബാധിച്ചു എന്നുള്ള കണക്ക് മമതയൊന്ന് എടുക്കണം. നമുക്കതിൽ മമതയുണ്ട്. മാത്രമല്ല കുംഭമേള മാത്രമല്ലെന്ന് എത്രയോ തേരുവലി, ഉത്സവം, എലക്ഷൻ പ്രചരണം, അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഇവിടെ ഇവരെ മരണവ്യാപാരികളെന്ന് വിളിച്ചാൽ തെറ്റാവില്ല എന്നാണ് എൻ്റെ ധാരണ. ഇദ്ദേഹം അവിടെ ചാർജ് എടുത്തതിന് ശേഷം പ്രഫുൽ കോവിഡിൻ്റെ വ്യാപനത്തിന് വേണ്ടി എല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തു. എങ്ങനെ? അന്യസംസ്ഥാന തൊഴിലാളികളെ ഇറക്കി. അവിടെ ഇപ്പോൾ 2-3 ദ്വീപുകൾ നിശ്ചലാവസ്ഥയിലാണ്, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ വ്യാപനം മറ്റ് പ്രദേശം പോലെ അങ്ങേയറ്റം. ഇപ്പം ലക്ഷദ്വീപിൻ്റെ നന്മയെ ലക്ഷ്യമാക്കി 2 കൂട്ടർ അരയും തലയും മുറുക്കി എന്തു വിട്ടുവീഴ്ചയും ചെയ്ത് ആ നിവാസികളെ 64,000 വരുന്ന 30 സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്നവരെ നന്മ പഠിപ്പിച്ച് നന്മ അനുഭവിച്ച് അടങ്ങൂ എന്ന് 2 പേരുണ്ട്. ഒന്ന് BJPയും സംഘപരിവാരും അവരുടെ പിണിയാളുകൾ, 2 ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ. അവർക്ക് ഇതുവരെ അവിടെ പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയാണ്. സലഫിസം പോലുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂസം പോലുള്ള തീവ്ര നിലപാടുകൾ അവിടെ വേരൂന്നിയിട്ടില്ല. അതിപ്പോൾ വേരൂന്നാൻ പറ്റിയ ഒരു അവസരമാക്കി ഈ കസ്പലന്മാർ, ഈ ജനവിരുദ്ധർ, അവരും ആ മരണത്തിൻ്റെ വ്യാപാരികൾ തന്നെയാണ്. അവിടെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് മതം, ഞാൻ പറയും മതം ഇതിനകത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നേ. വർഗീയ കക്ഷിയായ, മതത്തെ വെച്ച് വോട്ട് പിടിച്ച് ഇന്ന് ഭരണത്തിലിരിക്കുന്ന വർഗീയ കക്ഷിയായ BJP അവിടെ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ചിലവാകാം. അവിടെയാണ് മതബോധം എന്നുള്ളത്
വർഗീയതയ്ക്ക് വളക്കൂറുള്ളായി മണ്ണായിട്ട് വിത്തുകളെ കാത്തിരിക്കുന്നു. ഇട്ടുതരൂ, മുളപ്പിച്ചു തരാം. ഇവിടെയാണ് മതത്തിൻ്റെ പങ്ക് നമ്മൾ കാണുന്നത്. അതിന് അവർക്ക് വീണ് കിട്ടിയ മറ്റൊരു അവസരം കൂടിയാണിത്. അതിൻ്റെ ഉദാഹരണമാണ് അമുൽ ബഹിഷ്കരണം. അത് ദ്വീപവാസികളുടെ ക്ഷീര വ്യവസായവുമായി ബന്ധപ്പെട്ട് അതിന് ആഘാതം ഏൽപ്പിക്കുമെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാനുള്ള ബാധ്യതയും അവകാശവും അവർക്കുണ്ട് എന്ന് സമ്മതിക്കാം. അത് കേരളത്തിലേക്ക് പറയുന്നത് എന്തിനാണ്? നമ്മൾ ഉൽപ്പന്നങ്ങളെ വാങ്ങുമ്പോൾ, വിൽക്കുമ്പോൾ ജാതിയും മതവും നിറവും കൊടിയുമൊക്കെ നോക്കിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? ഇതിൻ്റെ പര്യവസാനം എന്താണ്? അത് അജണ്ടയാണെന്നേ. എങ്ങനെയാണ് ഞങ്ങളുടെ പിടിമുറുക്കം ഈ സംഭവത്തിലൂടെ വളർത്തിയെടുക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് ഇവർ കച്ചുകെട്ടി നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്, ഈ കതിനാവെടി പൊട്ടിച്ചുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി. ഒരു വർഗീയതയും ഒരു ജനതയും രക്ഷിച്ച രീതി ഒരു ചരിത്രത്തിലും കാണാനേ പറ്റില്ല. ശത്രുപക്ഷത്തിനായാലും ശരി, സ്വജപക്ഷത്തിനായാലും ശരി, അവർ വരുത്തിവെക്കുന്ന വിന എന്ന് പറയുന്ന നിസ്സാരമല്ല സുഹൃത്തുക്കളെ. ഇപ്പം ഡൽഹിയിലെ കൊടുന്തണുപ്പിലും ഇപ്പോൾ കൊടും ചൂടിലും സമരമുഖത്തുള്ള കർഷകർ ആരാണ്? ഇന്നലെ വരെ ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ചൂലിൽ കെട്ടിയ ഈ ഈർക്കോലികളെ എന്ത് ആഭാസത്തിൻ്റെ പേരിലാണ് നിങ്ങൾ അവരെ ഈ വെയിലും തണുപ്പും കൊള്ളിക്കുന്നത്? കർഷക പ്രേമം, കർഷക സ്നേഹം, അവിടെ വർഗീയതയും ഹിന്ദു സ്നേഹം എവിടെ പോയി? അതിൽ കർഷകരുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം, ദ്വീപ് നിവാസികളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം. മിണ്ടിയാൽ അകത്താക്കും, മിണ്ടിയാൽ കർഫ്യൂ പ്രഖ്യാപിക്കും, അധികം മിണ്ടിയാൽ ഇന്റർനെറ്റ് നിരോധിക്കും. ഇനിയും മിണ്ടേണ്ടവരെ പിടിച്ചു ഞങ്ങൾ അകത്താക്കും, വീട്ടുതടങ്കലിലാക്കും. കാശ്മീർ പോലെ. ഫാസിസം വീട്ടുപടിക്കലല്ല സുഹൃത്തെ, വീടിനകത്തേക്ക് ഉമ്മറത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിച്ചില്ലെങ്കിൽ ഈ അത്യാപത്ത് എളുപ്പത്തിൽ ഒഴിഞ്ഞു പോകില്ല. ഈ മരണവ്യാപാരികൾ നമ്മളെയും കൊണ്ടേ പോകും. അടിച്ചു തുരത്താനായിട്ട് വേണ്ട മാർഗങ്ങൾ അവലംബിച്ചില്ലെങ്കിൽ അധികകാലം വാടാൻ പറ്റില്ല എന്നുള്ള വളരെ സമാധാനകാംക്ഷികൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് മാലിദ്വീപ് എന്നാണ് കേൾവി. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ പക്ഷേലില്ല. എന്തായാലും അവിടെ ഗുണ്ട ആക്ട് എന്തിനാണ്? അതായത് ഈ അഡ്മിനിസ്ട്രേറ്ററെ എന്തിനിറക്കി വിട്ടോ അത് നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത ജനങ്ങളെ കൊണ്ട് പാലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുണ്ട ആക്ട്. യു പിയിൽ എന്ത് നടക്കുന്നു? ദിനം പ്രതി ഈ കോവിഡ് മഹാമാരി കാലത്ത് അവിടെ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ എന്തെല്ലാം നിലപാടുകൾ. ആ രാംദേവ് എന്ന മഹാൻ പറഞ്ഞത് ഈ മരുന്നുകളൊക്കെ അറബിക്കടലിൽ കൊണ്ടിടണമെന്നാണ്. അയാൾ ആശുപത്രിയിൽ പോയ ചിത്രമുണ്ട്. അവനെയൊക്കെ താലോലിച്ചുകൊണ്ടാണ് ഈ മരണവ്യാപാരികൾ ആ പ്രദേശത്ത് സമാധാനകാംക്ഷികളായി പറയപ്പെടുന്ന ആ പ്രദേശത്ത് ഗുണ്ട ആക്ട് ഉണ്ടാക്കിയതെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഇത് രണ്ടും ജിയോഗ്രഫിക്കലായിട്ട് ഒരുപോലെ കിടക്കുന്നുവെങ്കിൽ ഇത് രണ്ടും രണ്ട് പ്രദേശമാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് രീതിയാണ്, ചിന്താ രീതിയാണ്. നോർത്ത് ഇന്ത്യയുടെ ആ തനതായ സ്വഭാവ രീതി സൗത്ത് ഇന്ത്യയിൽ അടുപ്പിക്കാനുള്ള അതൊക്കെയാണ് അണ്ണാദുരയൊക്കെ അന്ന് കണ്ടുകൊണ്ട് ഹിന്ദി വിരുദ്ധതയൊക്കെ പറഞ്ഞത്. ആ ദ്രാവിഡ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന നമ്മുടെ മരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ള എത്ര പഴി കേട്ടു ഒരു വിവാദ പ്രസ്താവനയുടെ പേരിൽ പഞ്ചാബ് മോഡൽ.
അതായത് ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടിയിട്ട് അച്ചാരം വാങ്ങി നിൽക്കുന്നവരാണ് ഇവർ. അച്ചാരം വാങ്ങി നിൽക്കുന്നവരാണ്. അതായത് പലസ്തീനിൽ എന്താ സംഭവിച്ചത്? നമ്മൾ സംസാരിച്ചൊരു വിഷയമാണ് കേട്ടോ. അവിടെ ഇസ്രയേലിലെ സർക്കാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ ആളുകൾ താമസിക്കുന്നവരുടെ വീട് കയ്യേറി, പലസ്തീൻകാരുടെ വീട് കയ്യേറിക്കൊണ്ട് അവരെ ആട്ടിപ്പായിക്കുകയായിരുന്നു. സമാനമായ നിയമമാണ് ഇന്ന് ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേറ്റർ ഉന്നം വയ്ക്കുന്നത്. എന്തായത്? ഏതു സ്ഥലവും അതിൻ്റെ ഉടയോന് ചില്ലിക്കാശ് കൊടുക്കാതെ ടൂറിസത്തിൻ്റെ പേരും പറഞ്ഞു, വികസനത്തിൻ്റെ പേരും, ആരുടെ വികസനം കൈക്കലാക്കാൻ സർവ അധികാരവും ഭരണകൂടത്തിൽ നിക്ഷിപ്തമാക്കുന്ന നിയമം വരാൻ പോകുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. പൗര നിയമങ്ങൾ CAA അതിൻ്റെ തുടർച്ചയല്ലേ? പൗരൻ്റെ എല്ലാ അവകാശങ്ങളും, എൻ്റെ ഭൂമി, അതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് സ്ഥാപിച്ചു തരേണ്ട ഭരണകൂടം എന്നിൽ നിന്ന് അത് കവർന്നെടുക്കുമ്പോൾ കള്ളൻ കാവൽക്കാരനായി പോകുന്ന ഒരവസ്ഥ. ഈ ഹമാസ് പലസ്തീനിൽ പിടിമുറുക്കിയത്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സന്ദർഭം, നിങ്ങളുടെ വീട് അതിക്രമിച്ചു കയറാൻ ഒരു കൂട്ടം ഗുണ്ടകൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ നിസ്സഹായാവസ്ഥയിലായിപ്പോയാൽ, നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു ചെറുവിരൽ അനക്കുന്നവൻ നിങ്ങൾക്ക് ദൈവതുല്യനായിരിക്കും. അതുതന്നെയാണ് ഹമാസ് പലസ്തീനിൽ അവരുടെ പിടിമുറുക്കാൻ വേണ്ടി ഉപയോഗിച്ച തന്ത്രമെങ്കിൽ ന്യായമുണ്ട്. അത് മറ്റൊരു കാര്യം ഇവിടെ പറയുന്നില്ല. ഇവിടെ ഈ ദ്വീപ് നിവാസികളോട് എടുക്കുന്ന ഈ നയത്തിലൂടെ ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിന് വിത്തുപാകാൻ, മുളപ്പിച്ചെടുക്കാൻ സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് അവരെ പ്രകോപിതരാക്കി കഴിഞ്ഞാൽ ഇവറ്റകൾ കേരളത്തിൽ നിന്നും അവിടെ ഇറക്കുമതി ചെയ്യപ്പെടും. സലഫി മൗദൂദികൾ, ഈ വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ശാപമെന്നേ. അവരിനെ തകർത്തിട്ടേ അടങ്ങും. സംഘടനാശേഷിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്ത്, നീചപ്രവൃത്തി ചെയ്ത്, അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെ സമാധാനം എവിടെയൊക്കെ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ തച്ചുടച്ചുകൊണ്ട് കേരളത്തിൽ നടമാടുന്ന ഈ പേക്കൂത്തരങ്ങൾ, പേയ്കൾ, ഈ ഭൂതങ്ങൾ ഇന്ന് ലക്ഷദ്വീപിൽ പടിയിറങ്ങാനായിട്ട് പരവതാനി വിധിച്ചു കൊടുക്കുകയാണ് സംഘപരിവാർ. പറയാതിരിക്കാനാവില്ല. ബീഫ് നിരോധനം, ബീഫ് അവിടെ നിരോധിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പന്നിയിറച്ചി കഴിക്കും, ഞാൻ ബീഫ് കഴിക്കും, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ യു ആർ ഹൂ? നീ ചോദ്യം ചെയ്യാൻ ആരാണ്? നിന്നെ അത് ബാധിക്കാത്തിടത്തോളം കാലം എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേൽ നീ കൈവയ്ക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തെ കുരുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന കശ്മലന്മാരാണ് നിങ്ങളെന്ന് പറയേണ്ടത്. ബീഫ് നിരോധനം, ബീഫ് നിരോധിക്കുന്നതോട് രണ്ട് ലക്ഷ്യമാണ് അവർ ഉന്നമിക്കുന്നത്. അവിടുത്തെ സമാധാന കാംക്ഷികളായ മുസ്ലിങ്ങളെ വർഗീയ ചരിത്രവിലേക്ക് തള്ളിവിടാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് കാണുന്നതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇത്തരം ഒരു നിരോധനം കൊണ്ടുവന്നാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. എന്തൊക്കെ സംഭവിക്കും? അടിച്ചമർത്തൽ നയങ്ങൾ, തടങ്കൽ, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി ഉത്തരവ്, ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാക്കുക, ഗുണ്ട ആക്ട് ഉണ്ടാക്കുക, ഭൂമി പിടിച്ചെടുക്കുക, അവരുടെ തൊഴിൽ അവകാശങ്ങളെ തച്ചുടയ്ക്കുക. ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു. അതിൽ ഒരു മത്സ്യത്തൊഴിലാളി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ജീവനോപാധികളൊക്കെ തകർത്തു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ, MP കാണാനില്ല,
ഒരു മനുഷ്യരുമില്ലാതെ നിസ്സഹായരായി ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിസ്സഹായാവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് മുതലെടുക്കാൻ കഴുകന്മാർ പറന്നിറങ്ങും, സലഫികളും മൗദൂദികളും അവരെ ആട്ടി ആനയിക്കുകയാണ് ഈ സംഘപരിവാർ. അതിന് ഗൂഢ ഉദ്ദേശമുണ്ട് എന്ന് പറയാതിരിക്കാനേ പറ്റില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ ചുരുക്കുകയാണ്, ഈ ലക്ഷദ്വീപിൻ്റെ ഇന്നത്തെ നടപടിയുമായി ബന്ധപ്പെട്ട് 2 ഉദ്ദേശമാണ് സംഘപരിവാർ നടപ്പിലാക്കാൻ അജണ്ടയാക്കി തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, ക്രോണി ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ട് ദ്വീപ് മൊത്തത്തിൽ കൈയടക്കി ടൂറിസ്റ്റ് വികസനം പറഞ്ഞ് വികസനം എന്നാ പറയുന്നത്. വികസനം ആരുടെ വികസനം? എന്തിനു വേണ്ടി വികസനം? ഈ കർഷകർക്ക് ആവശ്യമായ നിയമം ഉണ്ടാക്കുമ്പോൾ അവരോട് ആലോചിച്ചതേയില്ലെന്നേ. നീ അവരോട് ആലോചിക്കൂ, അവരുടെ കൺസെന്റ് വാങ്ങിക്കൂ. ജനാധിപത്യ പ്രക്രിയയല്ലേ അത്? ഞങ്ങൾ തീരുമാനിക്കാം, നീ അങ്ങ് അനുസരിച്ചാൽ മതി, പുല്ലേ. ഇത് തന്നെയാണ് ഈ ക്രോണി ക്യാപിറ്റലിസത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് BJP എടുക്കുന്ന ലക്ഷദ്വീപിലെ നടപടിയെങ്കിൽ 2, ഉത്തരേന്ത്യയിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെലവാകാത്ത വർഗീയത വിതച്ച് കൊയ്യാൻ വേണ്ടിയിട്ട് ഈ മരണവ്യാപാരികൾ തയ്യാറായി നിൽക്കുമ്പോൾ ശബ്ദിക്കാതിരിക്കുക അക്ഷന്തവ്യമായ തെറ്റാണെന്നേ. വീട്ടുപടിക്കലല്ല, ഉമ്മറത്തു കയറിക്കഴിഞ്ഞു. തകർക്കാതെയും എതിർക്കാതെയും നിശബ്ദരായി കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദരാക്കപ്പെടുകയല്ല, കൊല്ലപ്പെടുകയായിരിക്കും. അത്രയും ഭീതിതമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കാശ്മീരും ഇങ്ങേയറ്റം ലക്ഷദ്വീപ് നൽകുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷദ്വീപിലെ ആളുകളോട് അങ്ങേയറ്റം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവരോടൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ കേരളത്തിലെ വർഗീയ കക്ഷികൾ അവിടെ തക്കം പാത്തിരിക്കുകയാണ്. നിങ്ങൾ പുൽകരുത്, ആട്ടിപ്പായിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളെ കാർന്നു നിന്നാൽ നിൽക്കുന്ന ഈ ശക്തിയെ അടപടലം നിങ്ങൾക്ക് നമസ്കരിക്കാനും ഓട്ടിക്കാനും സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.